ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, ഇടവ മാസം 24 തീയതി, 2025 ജൂൺ മാസം 7 തീയതി ശനിയാഴ്ച. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ മാസം 19 തീയതി നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF ജയിക്കുമോ UDF ജയിക്കുമോ? ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി ഈ മാസം, അതായത് 2025 ജൂൺ മാസം 19 തീയതി നിലമ്പൂർ നടക്കുകയാണ്, മലപ്പുറം ജില്ലയിൽ. ഈ ഉപതെരഞ്ഞെടുപ്പ് പെട്ടെന്ന് നടക്കാനുണ്ടായ സാഹചര്യവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇങ്ങനെ ഭരണ സംവിധാനങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. UDF ഭരിക്കും, LDF ഭരിക്കും. ഇപ്പോൾ NDA BJP മുന്നണി പറയുന്നത് അവരും കേരളത്തിൽ അടുത്ത ഭരണം അവരും ഭരണത്തിലെത്തും, അധികാരത്തിലെത്തും എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകളെ കണ്ട് ഭരണം വിലയിരുത്തിയിട്ടുള്ളവരാണ്. ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുതന്നെയാണ് LDF ഒന്ന് വന്നു, അല്ലെ UDF ഒന്ന് വന്നു, അല്ലെ 2 പ്രാവശ്യം വന്നു. പിന്നെ അതിനുശേഷം അടുത്ത ഭരണം മാറി വരുന്നു. LDF മാറി UDF ആയി, UDF മാറി LDF ആയി. ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതുതന്നെയാണ്. ഈ നിഷ്പക്ഷമതികളായ ജനങ്ങൾ, ഒരു പാർട്ടിയിലും പെടാത്ത ജനങ്ങൾ, അവരാണ് കേരളത്തിൽ ഏത് പാർട്ടി ഭരിക്കണം എന്ന് വിധിയെഴുതുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കൊക്കെ ഒന്ന് നോക്കാം. എന്തായാലും നിലമ്പൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊന്നും ജയിക്കാനുള്ളൊരു സാധ്യതയൊന്നും കാണിക്കുന്നില്ല. അൻവറിനൊന്നും ഒട്ടും സാധ്യത കാണിക്കുന്നില്ല. നിലമ്പൂർ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ യാദവും മറ്റു കാര്യങ്ങളും ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണ പരിഷ്കാരങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ UDFനാണ് അല്പം മുൻതൂക്കം കാണിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. UDF വന്നാലും LDF വന്നാലും അല്ലെ NDA വന്നാലും ഏത് പാർട്ടിയുടെ MLA നിലമ്പൂരിലുണ്ടായാലും കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് വലിയ നേട്ടവും ഗുണവും ഉണ്ടാകട്ടെ, എല്ലാവർക്കും നീതി നടപ്പിലാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രത്യാശിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്തേ.